the inevitable reality, but most often we cannot accept it. Here we are discussing such a topic, To See Him Again by Gabriela Mishel. It is a chapter that is included in the Common Course text Kaleidoscope. It is the text for fourth sem UG students of Calicut University. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെം വിദ്യാർത്ഥികൾക്കുള്ള UG വിദ്യാർത്ഥികൾക്ക് ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള ടെക്സ്റ്റാണ് കാലഡോസ്കോപ്പ് കോമൺ കോഴ്സ് ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റിലെ ഒരു ചാപ്റ്ററാണ് ടു സീ ഹിം അഗെയിൻ ആൻഡ് ഇറ്റ്സ് എ പോം റിട്ടൺ ബൈ ഗബ്രിയേല മിഷൽ. Here, Gabriela Mishel is a Latin American poet and she is an educator, diplomat and also a humanist. Her popular works are Sonnet on Death and Despair. Sonnet on Death, Despair തുടങ്ങിയവയാണ് അവരുടെ പ്രശസ്ത കൃതികൾ. ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരിയാണ്, ഒരു കവിയാണ്, അതോടൊപ്പം തന്നെ എഡ്യൂക്കേറ്ററാണ്, ഡിപ്ലോമാറ്റാണ്, ഹ്യൂമനിസ്റ്റുമാണ്. Here, To See Him Again is a powerful and emotive poem that describes the intense grief of the speaker after the loss of her beloved ones. ഇവിടെ ഒരു ലെമന്റിങ് കവിതയാണ്, അതായത് ടു സീ ഹിം അഗെയിൻ, തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും കാണണമെന്നുള്ള ഒരു ഇൻറ്റൻസ് ഗ്രീഫാണ്, സ്പീക്കറുടെ ഇൻറ്റൻസ് ഗ്രീഫാണ് ഈ കവിതയിലൂടെ വിവരിക്കുന്നത്. ആൻഡ് ദ സ്പീക്കർ ഹിയർ ഈസ് ദ പോയറ്റ് ഹെർസെൽഫ്. കവി തന്നെയാണ്, ഗബ്രിയേല മിഷേൽ തന്നെയാണ് ഇവിടുത്തെ സ്പീക്കർ. നമുക്കറിയാം, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്നത് പോലെ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു സ്നേഹത്തിന്റെ വില അറിയുന്നില്ല, പരസ്പരം തമ്മിലടിച്ചും അങ്ങനെ ജീവിതം പാഴാക്കുന്നു. പിന്നീട് മരണത്തിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ആത്മഹത്യക്ക് ശേഷം ഈ പോയറ്റിന്, തൻ്റെ ആദ്യത്തെ കാമുകനാണ്, അദ്ദേഹത്തെ വീണ്ടും കാണണമെന്നും അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കണമെന്നുള്ള ആ ആഗ്രഹം, ആ തീവ്രമായ ആഗ്രഹമാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്. ആൻഡ് ദി സൂയിസൈഡ് ഓഫ് ഹർ ഫസ്റ്റ് ലവർ ഹാഡ് എ ട്രോമാറ്റിക് ഇമ്പാക്റ്റ് ഓൺ ഹർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ ഒരു മെയിൻ തീം എന്നുള്ളത് ദി സൂയിസൈഡ് ഓഫ് ഹർ ഫസ്റ്റ് ലവർ. അത് ഒരു ട്രോമാറ്റിക് ഇമ്പാക്റ്റ് അവരിൽ ഉണ്ടാക്കുന്നു. ആൻഡ് ഹർ മേജർ തീംസ് ആർ നേച്ചർ, ലവ് ആൻഡ് ബിട്രയൽ. ഇവിടെ അവരുടെ കവിതകളിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ കഴിയുന്ന തീംസ് നേച്ചർ, അതേപോലെ ലവ്, അതേപോലെ തന്നെ ബിട്രയൽ. ബിട്രയൽ മീൻസ് ചതി, വഞ്ചന എന്നുള്ള ആ തീമൊക്കെയാണ് നമുക്ക് അവരുടെ കവിതകളിൽ കാണാൻ സാധിക്കുന്നത്. Here the poet used some words like quivering, trembling and shivering, and these words show the unstable mind of the speaker. ഈ സ്പീക്കറുടെ അൺസ്റ്റേബിൾ മൈൻഡാണ്, സ്റ്റെബിലിറ്റി ഇല്ലാത്ത മനസ്സിനെയാണ് ഈ ക്യുവറിങ്, ഷിവറിങ്, അതേപോലെ ട്രെംബ്ലിങ് തുടങ്ങിയ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് ദ ടോൺ ഓഫ് ദ പോം ഈസ് ഡാർക്ക് ഓർ സാഡ്നെസ്. ഈ കവിത ഒരു ഡാർക്ക് കവിത എന്ന് പറയുന്നത്, അതായത് ഇറ്റ് reveals the sadness or intense grief of the speaker. And here she knows that it is unpleasant to see the dead one again. മരിച്ചുപോയ ഒരാളെ വീണ്ടും കാണുക എന്നുള്ളത് അൺപ്ലസന്റ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ നെവർ ഹാപ്പൻ, ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ട്രൂത്ത് ആൻഡ് വി ഹാവ് ടു ആക്സെപ്റ്റ് ദ റിയാലിറ്റി. ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ് ഈ ഒരു സത്യം, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് മരിച്ചുപോയ ഒരാളെ നമുക്ക് കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മരിച്ചു പോകുന്നത് വരെ ആ ഒരു പ്രണയം വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനോ ഉള്ള അവസരം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെയാണ് ഈ കവിതയിൽ വെളിപ്പെടുത്തുന്നത്. We have already said that the theme of the poem is the death of her first lover and the poet's intense grief. Okay, then we can move on to the poem. And never, never again, not on nights packed with a few stars or in mornings, first slander of sun or afternoons sacrificed to afternoons. ചോദിക്കുന്നു എന്താണ്, this first stanza expresses her intense grief. ചോദിക്കുന്നു, and never, never again, we cannot meet, never, never again, ഞങ്ങൾക്ക് ഒരിക്കലും ഇനി കാണാൻ സാധിക്കില്ലേ. അതായത് എൻ്റെ കാമുകനെ എനിക്കിനി ഒരിക്കലും കാണാൻ സാധിക്കില്ലേ, ഒരിക്കലും. And not on nights packed with a
a few stars. നക്ഷത്രങ്ങൾ, കുറച്ച് നക്ഷത്രങ്ങൾ ആകാശത്തുള്ള ആ ഒരു രാത്രിയിൽ, or in mornings, പ്രഭാതത്തിൽ, first slant of sun or afternoons sacrificed to afternoons, അല്ലെങ്കിൽ സൂര്യന്റെ വെളിച്ചം ആദ്യം എത്തുന്ന സമയത്ത്, അതായത് പ്രഭാതം പൊട്ടിവിടരുന്ന സമയത്ത്, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ, ഈ സമയങ്ങളിലൊന്നും എനിക്ക് അവനെ കാണാൻ സാധിക്കില്ലേ? Or at the edge of a pale road that surrounds the farm fields, or a rim of a trembling fountain. ചോദിക്കുന്നു, or at the edge of a pale road. pale എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളറിയ എന്നുള്ള അർത്ഥമാണ്. പെയിൽ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ കളർ. ഹിയർ ലൈഫ്ലെസ് എന്നുള്ള അർത്ഥമാണ്. ആ പെയിൽ റോഡുകളിൽ, അതായത് വിജനമായ റോഡുകളിൽ എനിക്ക് കാണാൻ സാധിക്കില്ല. ആ റോഡിന്റെ അങ്ങേ അറ്റത്ത്, or that surrounds the farm fields, വയലേലകളിലെ ഫാം ഫീൽഡ്സിന്റെ അങ്ങേ അറ്റമുള്ള റോഡിൽ എനിക്ക് അവനെ കാണാൻ സാധിക്കുമോ? or a brim of trembling fountain. ഫൗണ്ടെയിൻ മീൻസ് ആ ഒരു ജലധാര. ആ ജലധാര, വിറയ്ക്കുന്ന ജലധാര, അതായത് ഒഴുക്കുള്ള, കുത്തനെ വീഴുന്ന ആ ജലധാരയുടെ അറ്റത്ത് അല്ലെങ്കിൽ അതിനടുത്ത് എനിക്ക് അവനെ കാണാൻ സാധിക്കില്ലേ? ഈ സ്ഥലങ്ങളൊക്കെ ദീസ് ആർ ദി പ്ലേസസ് ഓഫ് ലവേഴ്സ്. കാമുകന്മാരുടെ കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളാണ് വിജനമായ റോഡുകൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങൾ, വാട്ടർഫോൾസ്, അല്ലെങ്കിൽ ഫൗണ്ടെയിൻസ്, അതിൻ്റെ ഒക്കെ അടുത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഇനിയും അവനെ കാണാൻ സാധിക്കില്ലേ? ആൻഡ് ദീസ് ഫൗണ്ടെയിൻസ് ആർ വൈറ്റൻഡ് ബൈ എ മൂൺ. നിലാവിന്റെ വെളിച്ചത്തിൽ മനോഹരമായ ഈ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് കാണാൻ സാധിക്കില്ലേ? ഓർ beneath the forest lush populous were yelling at him. ഇനി ഫോറസ്റ്റിന്റെ, വനപ്രദേശത്തിന്റെ അടുത്ത് എനിക്ക് കാണാൻ സാധിക്കില്ലേ? And yelling at him, and while seeing him at that places, I used to yell at him. Yell means shout ചെയ്ത് പറയുക, ഉറക്കെ പറയുക. I was overtaken by the night, not in the grotto that returns the echo of my words. എന്താണ് I was overtaken by the night? ഇവിടെ ആ സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഇതിനു മുൻപ് അവനെ ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ these are the places that we shared our love. ഞങ്ങളുടെ സ്നേഹം പങ്കിട്ട സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. പക്ഷേ ആ സമയത്ത് we shared our love, നമ്മുടെ സ്നേഹം, ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. But now I was overtaken by the night. Night here means darkness. I was overtaken by darkness. Here now I am filled with darkness. ഇപ്പൊ എനിക്ക് ഇരുട്ട് മാത്രമാണ്, because the lover is not with her. കാമുകൻ ഇപ്പോൾ അവളുടെ കൂടെ ഇല്ല. So she is in utter darkness. Not in the grotto that returns. grotto അവിടെ മീനിങ് പറയുന്നുണ്ട്. A small picturesque cave that is seen in park. പാർക്കുകളിൽ കാണുന്ന ആർട്ടിഫിഷ്യൽ ഗുഹകളെയാണ് ഗ്രോട്ടോ എന്ന് പറയുന്നത്. നോട്ട് ഇൻ ദ ഗ്രോട്ടോ ദാറ്റ് റിട്ടേൺസ് ദ എക്കോ ഓഫ് മൈ വേർഡ്സ്. അതായത് ഈ താഴ്വരകളിലൊക്കെ ഞങ്ങൾ കറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വനപ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത്, ഐ യൂസ്ഡ് ടു യെൽ അറ്റ് ഹിം, ഓർ ഐ യൂസ്ഡ് ടു യൂസ് ഹൈ വേർഡ്സ്, വലിയ ഉച്ചത്തിൽ ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. നമ്മളിപ്പോൾ മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞാൽ എക്കോ പോയിന്റിൽ അവിടെ പോയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് അതേപോലെ തന്നെ എക്കോ ഉണ്ടാവും, ഐ ലവ് യു. ഇനി ഐ ഹേറ്റ് യു എന്നാണെങ്കിൽ അതേപോലെ തന്നെ ഐ ഹേറ്റ് യു എന്നുള്ള എക്കോ ഉണ്ടാവും. അതേപോലെ ഈ വനപ്രദേശങ്ങളിൽ ഇവര് സമയം ചെലവഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, അതായത് ഇങ്ങനെയുള്ള വാക്കുകൾ പറയാറുണ്ടായിരുന്നു. നോട്ട് ഇൻ ദി grotto, that means that is not in the caves of the park. That is not just like the caves of the park. ഇപ്പൊ പാർക്കിൽ കാണുന്ന കേവ് പോലെയല്ല, ഈ ഫോറസ്റ്റിലെ പ്രദേശങ്ങളിൽ എക്കോ തിരിച്ചു വരുമായിരുന്നു. ബട്ട് നൗ ഷീ കനോട്ട് ഹിയർ ദ എക്കോ. കാരണം ആ പ്രദേശങ്ങളിലൊന്നും ഇപ്പൊ അവർ പോവാനില്ല. അങ്ങനെ പോവാതിരിക്കാനുള്ള കാരണം her lover is not with her. കാമുകൻ കൂടെയില്ല. അടുത്ത സ്റ്റാൻസ, not to see him again. It doesn't matter where in heaven's dead water, or inside the boiling hole, or still moon, or in bloodless fright. No, to see him again. കാണാൻ കഴിയില്ലല്ലേ, അവനെ വീണ്ടും കാണാൻ കഴിയില്ലല്ലേ.
It doesn't matter where in heaven's dead water. ഇത് എന്തല്ല, അവൻ ഒരു പക്ഷേ സ്വർഗത്തിലായിരിക്കാം. And it is believed that the water in paradise is stagnant or it doesn't move. നമ്മൾ താജ്മഹലിൽ പോയി കഴിഞ്ഞാൽ താജ്മഹലില് ആ പാരഡൈസിന്റെ മോഡലിലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ആ ഒരു മരങ്ങളും സ്വർഗത്തിലെ മരങ്ങൾ, പർദീസയിലെ മരങ്ങൾ എങ്ങനെയാണോ അതേ മോഡലിലാണ്. അത് ഒരാളുടെ വലിപ്പത്തിലുള്ള മരങ്ങൾ. ആ മരത്തിൽ നിന്നും നടന്നു പോകുമ്പോൾ ഫ്രൂട്ട്സ് പറിക്കാം. അതേപോലെ അവിടുത്തെ വാട്ടർ, അവിടുത്തെ നദി ഒഴുകാത്ത നദിയാണ്. ആ വെള്ളം എപ്പോഴും നിശ്ചലമായ വെള്ളമാണ്. അതേപോലെയുള്ള ഒരു അവസ്ഥയാണ് സ്വർഗത്തിലും. സ്വർഗത്തിന് അതേ മോഡലിലാണ് ഷാജഹാൻ താജ്മഹൽ ഉണ്ടാക്കിയതെന്നാണ് സങ്കല്പം. അതേപോലെ സ്വർഗത്തിലെ ഡെഡ് വാട്ടേഴ്സ് ഇവിടെ ആ ഒരു സ്റ്റാഗ്നന്റ് വാട്ടർ ഓർ നോട്ട് റണ്ണിങ് വാട്ടർ, ആ ഒഴുകാത്ത വെള്ളത്തിൽ പിന്നീട് മറ്റൊരു റെഫറൻസ് ഉള്ളത് ദ റിവർ ലെത്തെ. ലെത്തെ എന്ന നദി, ആ നദിയുടെ സങ്കല്പം, ആ നദിയിൽ പോയി ആത്മാക്കൾ മുങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് റിവർ ഓഫ് ഫോർഗറ്റ്ഫുൾനെസ് എന്നാണ് ആ റിവർ അറിയപ്പെടുന്നത്. ലെത്തെ നദി അറിയപ്പെടുന്നത് ഇറ്റ്സ് എ റിവർ ഓഫ് ഫോർഗറ്റ്ഫുൾനെസ്, എല്ലാം മറക്കുന്ന വിസ്മൃതിയുടെ നദി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ജന്മം, പൂർവ്വജന്മം മറക്കാൻ നമ്മൾ ആ നദിയിൽ മുങ്ങിയതിന് ശേഷം അടുത്ത ഒരു ജന്മത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നാണ് വിശ്വാസം. അപ്പൊ ആ ഒരു സ്വർഗത്തിലാണോ എന്നറിയില്ല, എവിടെയാണെങ്കിലും ഓർ ഇൻസൈഡ് ദ ബോയിലിംഗ് ഹോൾ. ഇവിടെ ബോയിലിംഗ് ഹോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹെൽ, നരകമാണ്. നമ്മൾ പണ്ടേ പറയും അല്ലെ, നരകത്തില് തിളച്ച എണ്ണയിൽ ഇങ്ങനെ കൈമുക്കണം, അല്ലെങ്കിൽ ആ ഒരു തീക്കകത്ത് അട്ടയും പുഴുവും പോലെ ആത്മാക്കൾ ഇങ്ങനെ പെടയും എന്നൊക്കെയുള്ള വിശ്വാസം. അതേപോലെ എവിടെയാണെന്നറിയില്ല അവന്റെ ആത്മാവ്, അല്ലെങ്കിൽ അവൻ എവിടെയാണെന്നറിയില്ല. മേ ബി ഹി ഈസ് ഇൻ ഹെവൻ, ഒരു പക്ഷെ അവൻ സ്വർഗത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഹി ഈസ് ഇൻ ഹെൽ, അവൻ നരകത്തിലായിരിക്കാം. ഓർ സ്റ്റിൽ ഇൻ മൂൺ, അല്ലെങ്കിൽ അവൻ ആ ഒരു ചന്ദ്രനിലായിരിക്കാം. ഓർ ഇൻ ബ്ലഡ്ലെസ് ഫ്രൈറ്റ്, അല്ലെങ്കിൽ ബ്ലഡ്ലെസ് ഫ്രൈറ്റ്. ബ്ലഡ്ലെസ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഓടി നടക്കുകയായിരിക്കാം, അലഞ്ഞ് നടക്കുകയായിരിക്കാം. നമുക്കറിയാം സൂയിസൈഡ് ചെയ്ത ആത്മാക്കൾ അലഞ്ഞു നടക്കുമെന്നൊരു വിശ്വാസമുണ്ട്. അതായത് നമ്മളുടെ കാലം എത്തുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ് എങ്കിൽ ആ ആത്മാക്കൾക്ക് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പ്രവേശനം കിട്ടില്ല. ആ ആത്മാക്കൾ അവരുടെ കാലാവധി തീരുന്നതുവരെ അലഞ്ഞു നടക്കും എന്ന ഒരു വിശ്വാസമുണ്ട്. ഒരു പക്ഷേ അങ്ങനെയുള്ള അലച്ചിലായിരിക്കാം അവൻ. എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ കനോട്ട് സീ ഹിം അഗെയിൻ. അവൻ എവിടെയായിരുന്നാലും എനിക്ക് അവനെ കാണാൻ സാധിക്കില്ല. ആൻഡ് ടു ബി വിത്ത് ഹിം. And in the last stanza, in the concluding stanza, the poet reveals her intense desire. അവരുടെ ആഗ്രഹം, തീവ്രമായ ആഗ്രഹം പറയുന്നു. To see him again, വീണ്ടും കാണണം അവനെ. To be every springtime and winter, and to be with him in every spring and winter. എല്ലാ കാലവും, എല്ലാ സീസണിലും, എല്ലാ സമയത്തും അവനോടൊപ്പം ഉണ്ടാകണം. യുണൈറ്റഡ് ഇൻ വൺ പെയിന്റഡ് നോട്ട്. യുണൈറ്റഡ് എങ്ങനെയാണ്? ഒരുമിച്ചുണ്ടാകണം. ഇൻ വൺ പെയിന്റഡ് നോട്ട്. പെയിന്റഡ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിവാഹബന്ധം, ഇവിടെ ആ ഒരു കെട്ടുപാടെന്ന് പറയുന്ന ഒരു പക്ഷേ താലിച്ചരടാകാം, അല്ലെങ്കിൽ വിവാഹ മോതിരമാകാം. അങ്ങനെ ഒരു താലിച്ചരടിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കെട്ടപ്പെടലിൽ അവരുമായിട്ടുണ്ടാകണം. എറൗണ്ട് ഹിസ് ബ്ലഡി നെക്ക്, അവന്റെ കഴുത്തിൽ എനിക്ക് ഒരു മാലയിട്ട് അവനോടൊപ്പം അവൻ്റെതായിട്ട് എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാകണം. അങ്ങനെ ഒരു ആഗ്രഹമാണ് ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ബ്ലഡി നെക്ക് മീൻസ് ദ ബ്ലഡ് സ്റ്റെയിൻസ് അറൗണ്ട് ഹിസ് നെക്ക് വൈൽ ഹിസ് കമ്മിറ്റിംഗ് സൂയിസൈഡ്. ഒരു പക്ഷേ അദ്ദേഹം മരിച്ച സമയത്ത്, ആത്മഹത്യ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിന് ചുറ്റുമുള്ള ആ രക്തത്തിന്റെ അടയാളങ്ങളായിരിക്കാം ഇവിടെ ബ്ലഡി നെക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് in this last stanza or in the concluding stanza, the speaker expresses her intense desire to be with her lover. ഇതില് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്: what is the title significance of the poem? To see him again, വീണ്ടും അവനെ കാണുക എന്നുള്ളത്. To see him once again in life or after death. മരണത്തിന് ശേഷമാകാം, ഇനി എന്തായാലും ജീവിതത്തിൽ കാണാൻ സാധിക്കില്ല. It may be after death or
It is believed that after death they can unite. അവർക്ക് ഒരുമിക്കാമെന്ന ഒരു വിശ്വാസം. പിന്നീട് the central idea of the poem. ഇതിനകത്തെ മെയിൻ തീം the intense grief of the poet on the death of her lover. പിന്നീട് ചോദിക്കാവുന്നത് what do you mean by heaven's dead water and boiling hall? Heaven's dead water and boiling hall. Here boiling hall means hell. These are the main points. Hope you enjoyed it. Thank you.